ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീൻസ് കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയാണ് ഇത്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ബീൻസ് ഇങ്ങനെ ഇത് ഈ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണ്ടിയെങ്കിലും മുറിച്ചെടുക്കാം. കുറച്ച് ലെങ്തായിട്ട് മുറിച്ചെടുക്കാം. ബീൻസ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ചേർക്കാം. പിന്നെ ഇതിലേക്ക് സവാള ചേർക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. തക്കാളിയും പച്ചമുളകും ചേർക്കാം. തക്കാളി ചെറിയൊരു പകുതി തക്കാളി മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കൂടുതൽ വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് പൊടിച്ചിട്ട് ബീൻസിൽ ആഡ് ചെയ്യാം. തേങ്ങ ചേർക്കുന്നതിന് പകരം ഈ നിലക്കടലയാണ് ചേർക്കുന്നത്. ഇതിനി പൊടിച്ചെടുക്കാം. നിലക്കടല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൂടുതൽ നൈസായി പൊടിച്ചെടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നിലക്കടല ചേർക്കാം. നിലക്കടല ഫുൾ നൈസായി പൊടിയണമെന്നൊന്നുമില്ല. കുറച്ചിങ്ങനെ കടിക്കുമ്പോൾ തന്നെ അത് നല്ലൊരു രസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കസൂരി മേത്തിയും ചേർക്കാം. വളരെ കുറച്ച് കായം ചേർക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കായം ചേർക്കുന്നത്. ബീൻസ് മസാല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാലയാണ്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാല ഫ്രൈ ആണ് ഇത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിലക്കടലൊക്കെ ചേർത്തത് കൊണ്ട് വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ്. നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ. ബീൻസ് തോരൻ ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള മസാലയാണിത്. വേറെ തന്നെ ഒരു ടേസ്റ്റുമാണ് ഇതിന്. നിലക്കടലൊക്കെ പൊടിച്ചിടുന്നത് കൊണ്ട് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.